എയർ ഫ്രയറിൽ ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ, പൊട്ടറ്റോ എന്നിവ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. പ്രഷർ കുക്കറിലോ നോർമൽ മെത്തേഡിലോ നമുക്ക് ചെയ്തെടുക്കാം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലോട്ട് ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ്, കുറച്ച് ജിഞ്ചർ പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചെറുതായി അരിഞ്ഞോ അല്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തോ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പച്ചമുളകും ഉള്ളിയും എല്ലാം നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നന്നായിട്ട് മാഷ് ചെയ്യുക. ഒരു തരി പോലും ഇല്ലാതെ നല്ല രീതിയിൽ മാഷ് ചെയ്തിട്ട് നമുക്ക് ഈ മിക്സിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മിക്സിയിൽ നിന്ന് നമുക്ക് ചെറിയ ചൂടോട് തന്നെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. എനിക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്കൊരു 12 കട്ട്ലറ്റാണ് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കത് ആക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒരു 7-8 റസ്ക് പൊടിച്ച് പൊടിയാക്കി എടുക്കാം. ഒരു മുട്ട ഇതിനാവശ്യമുണ്ട്. ഒരു മുട്ട നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയിൽ വേറൊന്നും ചേർക്കണ്ട, മുട്ട മാത്രം ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റിൻ്റെ പീസ് ഈ മുട്ടയിലേക്ക് ചെറുതായിട്ട് ഡിപ്പ് ചെയ്തിട്ട് റസ്ക് പൊടിയുമായിട്ട് കോട്ട് ചെയ്ത് നമുക്ക് വയ്ക്കാം. അത് ഞാൻ റൈറ്റ് ഹാൻഡ് വെച്ചിട്ടാണ് മുട്ടയിലോട്ട് മുക്കുന്നത്. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് റസ്ക് പൊടി അതിലോട്ട് കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ റൈറ്റ് ഹാൻഡ് കൊണ്ട് തന്നെ നമ്മളത് ചെയ്യുവാണെങ്കിൽ ഈ റസ്കിൻ്റെ പൊടി ഒരുമാതിരി നമ്മൾ കുഴമ്പ് രൂപത്തിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ വാഷ് ചെയ്ത് അത് ചെയ്യുമ്പോൾ ഒരുപാട് സമയമാവും. റൈറ്റ് ഹാൻഡ് തന്നെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും വാഷ് ചെയ്ത് പിന്നെ തുടച്ച് വരുമ്പോൾ ഒരുപാട് സമയം പോവും. അങ്ങനെ എല്ലാ കട്ട്ലറ്റും നമ്മൾ റസ്ക് പൗഡറിൽ കോട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി എയർ ഫ്രയറിൻ്റെ ട്രേയിൽ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ശേഷം എയർ ഫ്രയർ ഒരു 180 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു 15 മിനിറ്റ് നമുക്ക് ടൈം ആവശ്യമുണ്ട്. ഈ 15 മിനിറ്റിനകത്ത് ഒരു ഹാഫ് ടൈം ആകുമ്പോൾ ഒരു 7 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഈ കട്ട്ലറ്റ് ഒന്ന് ജസ്റ്റ് തിരിച്ചിട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓയിൽ ഫ്രീ ആയ കട്ട്ലറ്റ് റെഡി.